നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാത്തിരുന്ന പ്രവാസികൾക്ക് അങ്ങനെ ഇതാ വീണ്ടും ഒരു സന്തോഷ വാർത്ത കൂടി. പ്രവാസികൾക്ക് ഇന്ത്യൻ അധികൃതരെ അറിയിക്കാതെ തന്നെ വിദേശത്തെ ബന്ധുക്കളിൽ നിന്ന് കൂടുതൽ പണം അയക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം പുറത്തായി. ഇതിനായി വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിൽ ഭേദഗതിയും വരുത്തിയിട്ടുണ്ട്. ഭേദഗതി പ്രകാരം ഇനി മുതൽ വർഷം 10 ലക്ഷം രൂപ വരെ അധികൃതരെ അറിയിക്കാതെ തന്നെ നാട്ടിലേക്ക് അയക്കാവുന്നതാണ്. നേരത്തെ 1 ലക്ഷം രൂപ വരെ അയക്കാനായിരുന്നു അനുമതി നൽകിയിരുന്നത്. അയക്കുന്ന പണം 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ വ്യക്തികൾക്ക് ഇക്കാര്യം സർക്കാരിനെ അറിയിക്കാൻ 90 ദിവസത്തെ സമയമുണ്ടാകുമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. നേരത്തെ ഇത് 30 ദിവസമായിരുന്നു. 2011 FCRA നിയമത്തിലെ 6, 9, 13 ചട്ടങ്ങളാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്ന വ്യക്തികൾ അഥവാ സംഘടനകൾ എന്നിവയ്ക്ക് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കാനുള്ള സമയപരിധി 30 നിന്ന് 45 ദിവസമാക്കിയതാണ് 9ാം ചട്ടത്തിലെ ഭേദഗതി എന്നത്. ചട്ടം 13 B വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട്. പണം സംഭാവന നൽകിയ ആൾ, സ്വീകരിച്ച പണം, രശീതിയുടെ തീയതി തുടങ്ങിയവ സാമ്പത്തിക വിഷയത്തിന്റെ ഓരോ പാദത്തിലും സ്വന്തം വെബ്സൈറ്റിൽ ഡിക്ലെയർ ചെയ്യണമെന്ന വ്യവസ്ഥയാണ് നീക്കിയിരിക്കുന്നത്. ഇനി മുതൽ FCRA പ്രകാരം വിദേശ സഹായം സ്വീകരിക്കുന്നവർ വിദേശ സഹായം, ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്, പേയ്മെന്റ് അക്കൗണ്ട്, ഓരോ വർഷത്തെയും ബാലൻസ് ഷീറ്റ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ 9 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിലോ കേന്ദ്രം നിർദ്ദേശിക്കുന്ന വെബ്സൈറ്റിലോ പ്രസിദ്ധപ്പെടുത്തണം. നേരത്തെ ഈ വിഷയങ്ങൾ സാമ്പത്തിക വർഷത്തിന്റെ ഓരോ പാദത്തിലും പ്രസിദ്ധപ്പെടുത്തേണ്ടിയിരുന്നു. വിദേശ സംഭാവന സ്വീകരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്, പേര്, വിലാസം, ലക്ഷ്യം എന്നിവയിൽ മാറ്റമുണ്ടായാൽ അത് 45 ദിവസത്തിനുള്ളിൽ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം. നേരത്തെ ഇത് 15 ദിവസമായിരുന്നു. പുതിയ ചട്ടങ്ങൾ പ്രകാരം സർക്കാർ സർവീസിലുള്ളവർക്ക് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. NGOകളുടെ ഭാരവാഹികൾക്ക് ആധാർ കാർഡ് സമർപ്പണം നിർബന്ധമാക്കിയിട്ടുമുണ്ട്. വിദേശത്ത് നിന്ന് സംഭാവന ലഭിക്കുന്ന എല്ലാ NGOകളും FCRAയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ചട്ടം ഭേദഗതി ചെയ്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.